സൈഫുന്നിസ സഹിനോടും ലക്ഷ്മി പത്നിയോടും സംസാരിക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് അയ്യന്തോൾ ദേശത്തിനൊപ്പം നിന്നപ്പോൾ വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു. വിയ്യൂർ ദേശം ജയിക്കും കപ്പടിക്കുമെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ വഴിതെറ്റി വന്നതായിരിക്കാം. പക്ഷേ അവിടെ എന്താണ് അവസ്ഥ? നിങ്ങളുടെ ലൈനപ്പ് എന്തായി? ബിനിലെ, അത് വഴിതെറ്റി വന്നതൊന്നും അല്ല. അത് അയ്യന്തോളുകാരുടെ മനസ്സിൽ പോലും വിയ്യൂർ ജയിക്കണം എന്നുള്ളതാണ്. അതിനിടെ ഒന്ന് അവരെ ഭീഷണിപ്പെടുത്തി മാറ്റാനൊക്കെ ആയിട്ട് സഹിൻ ശ്രമിച്ചു. നടന്നില്ല. സഹിന്റെ സ്ഥിര നമ്പറൊന്നും അവിടെ നടന്നില്ല. എന്തായാലും ഇപ്പോൾ പുലികള്, വിയ്യൂരിന്റെ പുലിക്കുട്ടികൾ ഇറങ്ങുകയാണ്. പുലിക്കുട്ടികൾ ചുവട് വെക്കാനുള്ള ഒരുക്കത്തിലാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുവരെ കണ്ടതല്ല, ഇനി കാണാൻ പോകുന്നതാണ് കളി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിയ്യൂരിന്റെ ചുണക്കുട്ടികൾ കളിക്കാൻ ഇറങ്ങുന്നത്. വിയ്യൂർ ജയിക്കും തവണ, ജയിക്കും. ഞങ്ങൾ എന്താണോ ആദ്യം തൊട്ട് തുടങ്ങിയാണ്. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ആദ്യം തൊട്ട് തന്നെ തുടങ്ങിയാണ്. അടിപൊളിയായി ജയിക്കും. അതാണ് ഓരോരുത്തരും ജയിക്കുക. വിയ്യൂർ എങ്ങനെയാണ് ഇത്തവണ? പൊളിക്കും. ഒരുപാട് സസ്പെൻസും സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് സർപ്രൈസുകളൊക്കെ ഒളിപ്പിച്ചതാണ്. ആര് ജയിക്കും? എന്തുകൊണ്ടാ വിയ്യൂര് കഴിഞ്ഞ തവണ കപ്പടിച്ചാണ്, ഇത്തവണ മറ്റു ടീമുകളൊക്കെ ഇത്തവണ എന്തായാലും വിയ്യൂരിന് വിട്ടുകൊടുക്കില്ലെന്നൊക്കെയാണ് പറയുന്നത്. പറഞ്ഞോട്ടെ, വിയ്യൂരിനെ ജയിക്കുള്ളൂ. ഈ പ്രാവശ്യം വിയ്യൂരിനെ ജയിക്കുള്ളൂ. വിയ്യൂരിലെ തടവ് പുള്ളികൾ മാത്രമല്ല, പുലിപ്പുള്ളികളുണ്ട്. തടവ് പുള്ളികളുടെ നാടല്ല, പുലിപ്പുള്ളികളുടെ നാടാണ്, പുള്ളിപ്പുലികളുടെ നാടാണ് വിയ്യൂര് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുള്ളിപ്പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വരാജ് റൗണ്ടിലേക്ക് ചൂടുവെക്കാൻ പോവുകയാണ്. നമ്മുടെ രഘുപുലിയുണ്ട്. രഘുപുലിയാണ് നമ്മൾ രാവിലെ 6:30 ന്യൂസ് മലയാളത്തിലൂടെ കാണിച്ച ആദ്യത്തെ പുലിയാണ്. രഘുപുലി പറയും എങ്ങനെയാണ്? ഉഷാറാണെന്ന് തന്നെയല്ല, കപ്പ് തരേണ്ടത് അവരെ ചുമതല. ബാക്കിയെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതെ, വാങ്ങിയെടുക്കും. 29 വർഷമായി രഘുചേട്ടൻ പുലിവേഷം കെട്ടുന്നു. ഈ കഴിഞ്ഞ 15 ദിവസമായി വീട്ടിൽ പോകാതെ എല്ലാ ദിവസവും പുലിവേഷം കെട്ടി പുലിക്കളിയായി നിൽക്കുകയായിരുന്നു രഘുചേട്ടൻ. രഘുചേട്ടൻ നല്ലൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതിനിടയിലാണ് ഈ പുലിവേഷം കെട്ടുന്നത്. മണി കിലുക്കി അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇനി മേളം കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി തകർക്കും എല്ലാവരും. ഇത് മാത്രമല്ല, ഇനിയുണ്ട് കുറേ സർപ്രൈസുകൾ. കുറച്ചങ്ങോട്ട് നീക്കട്ടെ. ഇതിപ്പോൾ ബീച്ച് ജംഗ്ഷൻ ആയിട്ടുള്ളൂ. ബീച്ച് ജംഗ്ഷനിൽ നിന്ന് ഇനി പാറവേക്കാവ് ജംഗ്ഷൻ എത്തണം. അത് കഴിയുമ്പോൾ നടുവിലാൽ ജംഗ്ഷനിലേക്ക് എത്തണം. അപ്പോഴൊക്കെ ഓരോ ജംഗ്ഷനിലും ഉണ്ട് ഓരോ സർപ്രൈസുകൾ അല്ലെ? ഓരോ സർപ്രൈസുകൾ ഓരോ ജംഗ്ഷനിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ, കാണാനിരിക്കുന്നതേ ഉള്ളൂ, കാണിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഇതുവരെ കണ്ടതല്ല കളി എന്നുള്ളതാണ്. എന്തായാലും ഈ വിയ്യൂർ ദേശത്തിന്റെ ഒരു പുലികളി സംഘത്തിന്റെ ഒരു ഗർവ് എത്രത്തോളാണെന്ന് അല്ലേ? എത്രത്തോളം ഉണ്ട്? നമ്മൾ കാലത്ത് കണ്ടു, സംസാരിച്ചു. അപ്പോൾ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് ആ പുലിക്കളി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.